ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് എന്നും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് എന്നും ഒരേ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്താൽ അത് കാണുന്നവർക്കും ബോറടിക്കത്തില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതല്ലേ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എൻ്റെ മിക്ക വീഡിയോസിനും വരുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. ഇന്ന് ഞാൻ എറണാകുളം വരെ പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് കുറച്ച് സ്ക്രബ് ഇടുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ എടുത്ത് പറയണ്ടല്ലോ. എൻ്റെ മിക്ക വീഡിയോയിലും നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നൊരു സാധനം തന്നെയാണിത്. അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിക്ക വീഡിയോയിലും അതിനെക്കുറിച്ച് പറയുന്നതും. ഇത് നമ്മുടെ ഡോക്ടർ റാഷലിൻ്റെ സ്ക്രബാണ് കേട്ടോ. ടാൻ റിമൂവ് ചെയ്യുന്ന സ്ക്രബാണ്. ഈ ഒരു ഡോക്ടർ റാഷലിൻ്റെ തന്നെ വൈറ്റനിങ് സ്ക്രബും ഉണ്ട്. എന്നോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുമോയെന്ന്. അത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രബ് എനിക്ക് അത്രയ്ക്ക് എഫക്റ്റീവായി, അത്രയ്ക്ക് റിസൾട്ട് തന്ന് ഈ ഒരു കമ്പനിയെ ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ റേറ്റ് തീരെ കുറവാണ്, എന്നിട്ട് പോലും നമുക്ക് നല്ല രീതിക്കൊരു ചേഞ്ച് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മറ്റേ പ്രൊഡക്റ്റും വാങ്ങി യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ സ്ക്രബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു കുളി പാസ്സാക്കി തലയും നനച്ച് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരുക്കം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്കിൻ കെയർ ആണ് കേട്ടോ. ഞാൻ ആദ്യം ടോണർ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറം ഇട്ട്, പിന്നെ ഇപ്പം കോസാറക്സിൻ്റെ സ്നെയിൽ എസൻസ് ആണ് കേട്ടോ. അതിടാൻ പോയപ്പോഴാണ് ഞാൻ ഓർത്തയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പം പിന്നെ അവിടെ മുതൽ ഇടാമെന്ന് വിചാരിച്ചു. ഈ ഒരു കോസാറക്സിൻ്റെ സ്നെയിൽ എസൻസും കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ തീരാറായി. സെക്കൻഡ് ബോട്ടിൽ ഞാൻ അതിന് മുമ്പ് തന്നെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് റേറ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ചിലപ്പം മറ്റേത് തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെടും. അതുകൊണ്ട് ഞാൻ നേരത്തെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നെ കുറച്ച് ബ്രൈറ്റ് ആവാനും കുറച്ച് ക്ലിയർ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്യാറില്ല. എനിക്ക് സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഓട്ടോ വിളിച്ചില്ല. അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ഉണ്ട് ടെൻസണ്ണനും കൊച്ചുമോൻ ചേട്ടനും ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. അവർ ആപ്പയിലാണ് കേട്ടോ പോകുന്നത്. അവർ ചെമ്പം പറിക്കാൻ പോവുക. അങ്ങനെ അവരുടെ കൂടെ അവരെന്നെ റോഡിലാക്കി. അത് കഴിഞ്ഞ് കായംകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ട്രെയിൻ കിട്ടി. ട്രെയിനിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കരുവാറ്റയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ നൈനൂട്ടിയും കിങ്ങിണി ചേച്ചിയും കയറിയത്. അങ്ങനെ അവർ കയറി. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ പതിവിലും എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. പൊറോട്ടയും പിന്നെ ചിക്കനാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനിയും അവിടേക്ക് പോകാൻ. അവിടെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് ഒരുങ്ങണം. ഞങ്ങൾ ഒരുങ്ങാനായിട്ട് മിക്ക പ്രാവശ്യവും എറണാകുളത്ത് വരുമ്പോഴത്തേക്കിനും ലുലുവിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടുത്തെ വാഷ്റൂമിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഒരുങ്ങാറുള്ളത്. അവാർഡ് ഫംഗ്ഷന് വരുമ്പോഴാണെങ്കിലും എറണാകുളത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നാണ് കേട്ടോ ഒരുങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താവും എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. നൈനൂട്ടിക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പോപ്പിൻസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. മീഡിയ അത് നമ്മുടെ ഓൺലൈൻ മീഡിയ പോലത്തെ ഒരു ചാനലാണ്. അങ്ങനെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുപ്പാണ് കേട്ടോ ഇത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മന്തിയാണ് കേട്ടോ. നൈനൂട്ടി അൽഫാമും വാങ്ങിച്ച്. പക്ഷേ ഇവിടുത്തെ മന്തി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം മന്തിയിലെ ചിക്കൻ ഭയങ്കരമായിട്ട് എന്തോ പോലെ, എനിക്കാണെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ടിരിക്കുന്ന ചിക്കനാണ് ഇഷ്ടം. ഇതെന്തോ പോലെ വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല.
അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനൊക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് കിങ്ങിണി ചേച്ചി നൈനൂട്ടി ഇറങ്ങും, പിന്നെ ഞാൻ കായംകുളത്ത് ഇറങ്ങും. ഈ ട്രെയിൻ കായംകുളം വരെയുള്ളേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു, കുറച്ച് നേരം കിടന്നു. അങ്ങനെ കരുവാറ്റ എത്താറായി. കിങ്ങിണി ചേച്ചി നൈനൂട്ടി ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇവിടെ മനീഷേട്ടൻ വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെ സ്റ്റോപ്പെത്തി ഇറങ്ങാൻ പോവുക. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. വേറെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു. ആരെയും നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ. ആ ഒരു ബോഗിയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ എല്ലാം നടന്നപ്പോഴത്തേക്കിനും ഒരാളെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. ദൈവമേ, ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന്. കായംകുളത്ത് ചെന്നിറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകാനായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ. അങ്ങനെ കായംകുളം എത്താറായി. നമ്മൾ എത്രയൊക്കെ പേടിയില്ല എന്ന് പുറമേ കാണിച്ചാലും ഉള്ളിലൊരു ഭയം കാണില്ലേ, ആ ഒരു ഭയം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ കായംകുളത്തു നിന്ന് ഓട്ടോ പിടിച്ച് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ബസ്സില്ല. 9 മണിയാകുമ്പോഴേ അവിടുത്തെ ബസ്സൊക്കെ അങ്ങ് തീരുവേ. അതെന്തായാലും മോശമായിട്ടുള്ളൊരു പരിപാടിയായി. പിന്നെ ടെൻഷനും കൊച്ചുമോൻ ചേട്ടനും എന്നെ വിളിക്കാൻ വന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ബൈ ബൈ.